299 കോടിയാണ് ഊരാളുങ്കലിനുള്ള കരാർ തുക. കണക്കിലുള്ളത് 410 വീടുകളുള്ള ടൌൺഷിപ്പ്. സർക്കാരിന്റെ ലിസ്റ്റിൽ പക്ഷേ 327 വീടുകളാണ് ഇപ്പോൾ വേണ്ടത്. 83 വീട് കുറഞ്ഞു. കരാർ തുക അതനുസരിച്ച് കുറയുമോ? ഒരു വ്യക്തതയുമില്ല. 64 ഹെക്ടർ സ്ഥലം വാങ്ങാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിന് കൊടുത്തത് 43.56 കോടി. 44 കോടി എന്ന് പറയാം. സ്ഥലം വാങ്ങിയത് 44 കോടി. അത് ഊരാളുങ്കലിന്റെ കണക്കിൽ വരില്ല. അതില്ലാതെ ടൌൺഷിപ്പും വീടുകളും പണിയാൻ വേണ്ടി മാത്രമാണ് ഈ 299 കോടിയുടെ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വീടിന് 27 ലക്ഷത്തോളം വരും നികുതി അടക്കം. 327 വീടിന് ചെലവ് 89 കോടിയോളം വരും എന്നർത്ഥം. അംഗൻവാടി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പാർക്ക്, സ്കൂൾ, പാലം, ഓഡിറ്റോറിയം, മെമ്മോറിയൽ മുതൽ ജിം വരെ ഉണ്ടാക്കിയാലും എത്ര കോടി വേണ്ടിവരും? 50 മതിയോ? അങ്ങനെയെങ്കിൽ ആകെ എത്ര കോടിയാകും? 89 കോടി വീടുകൾക്കായും 50 കോടി അനുബന്ധ സൗകര്യങ്ങൾക്കായും. അങ്ങനെ വന്നാൽ 139 കോടി. അത് ചുമ്മാതെ നമുക്ക് വേണമെങ്കിൽ ഉയർത്തി 150 കോടി വരെ എത്തിക്കാം. ഡിവൈഎഫ്ഐ പറയുന്നത് അവർ പണം നൽകിയത് പ്രോജക്ട് നടത്തിപ്പുകാർക്കാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ 410 വീടിന്റെ കരാർ തുകയായി സർക്കാർ നിശ്ചയിച്ച 299-ൽ 20 കോടി ഡിവൈഎഫ്ഐയും ബാക്കി 279 കോടി CMDRF-ൽ നിന്നും ആയിരിക്കണമല്ലോ. ആ കാര്യത്തിലും നമുക്കൊരു വ്യക്തതയും വന്നിട്ടില്ല. ഇനി പറഞ്ഞ ചെലവ് എല്ലാം കഴിച്ചാലും ഊരാളുങ്കലിന്റെ 299-ൽ ബാക്കി 149, പോട്ടെ 100 കോടിയെങ്കിലും ഉണ്ടാകണമല്ലോ. ഊരാളുങ്കലിന്റെ 299 കോടി കരാറിന്റെ സ്പ്ലിറ്റപ്പ് എന്താണ്? അതറിയാൻ പണം കൊടുത്ത ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇനി ശവം തൂക്കികൾ ഉണ്ടാകാതെ നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണല്ലോ. പണം പിരിച്ചു കൊടുക്കുന്ന ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സുതാര്യത കൂടി ആവശ്യപ്പെടണം. ചോദ്യം കോൺഗ്രസിനോട് മാത്രമല്ല ഉണ്ടാകേണ്ടത്.